അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 26, 2022 ഉത്തർപ്രദേശിലെ മീററ്റിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ കരിമ്പുന്തോട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ ഒരു 7 മണി സമയത്തിൽ ആ തോട്ടത്തിലെ പണിക്കാരങ്ങോട്ട് വന്നതാണ്. ആ തോട്ടത്തിൻ്റെ നടുക്കായിട്ട് ഒരു കിണറുണ്ട്. ആ കിണറിനടുത്തോട്ട് പോയ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. ആ കിണറിൻ്റെ സൈഡിലൊരു മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നു. ആ മൃതദേഹത്തിൽ തലയുണ്ടായിരുന്നില്ല. ആരെയോ കൊലപ്പെടുത്തി തല വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് പേടിച്ച അവർ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുകയാണ്. പെട്ടെന്നുകൊണ്ട് തന്നെ ആ ഏരിയ മുഴുവൻ ആളുകൾ തിങ്ങി നിറയുകയാണ്. അപ്പോഴത്തേന് പോലീസൊക്കെ വിവരമറിഞ്ഞു. പോലീസുകാരും ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ് ഉണ്ടായത്. പോലീസുകാർ നോക്കുമ്പോൾ ഒരു പുരുഷന്റെ ബോഡിയാണ്, തലയില്ല. അതുപോലെ തന്നെ യങ് ആണ് ആള്, അതായത് ആളുടെ 20s ആ ഒരു ടൈമിലാണ് ആ ഒരു തോട്ടത്തിന്റെ മുതലാളി അങ്ങോട്ട് വരുന്നത്. ആള് ആ ഒരു ബോഡി കണ്ട് പൊട്ടിക്കരയുകയാണ്. ആ ഒരു ബോഡി എടുത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇതെന്റെ മകനാണ്, ഇതെന്റെ മകൻ ദീപകാണെന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, തലയില്ലാത്ത ഈ ഒരു ബോഡി കണ്ടിട്ട് എങ്ങനെയാണിത് നിങ്ങളുടെ മകനാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു, ഒരു 6 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ മകന് ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ കയ്യിലൊരു പാടുണ്ടായിരുന്നു, അതായത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ. ആ പാട് ഈ ഒരു ബോഡിയിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ ബോഡി ഉണ്ടായാലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ കരയുകയാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് പോലീസുകാർ ദീപകിൻ്റെ തല അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ തോട്ടം മുഴുവൻ, തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ആ കിണറിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിട്ടും ദീപകിൻ്റെ തല അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എന്താണ് ദീപകിന് സംഭവിച്ചത്? ആരാണ് അത് ചെയ്തത്? അതുപോലെ തന്നെ പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാരങ്ങനെ അവരുടെ എൻക്വയറി സ്റ്റാർട്ട് ചെയ്തു. അതായത് ദീപകിന് വല്ല ശത്രുക്കളുണ്ടോ, അതുപോലെ തന്നെ ഇവരുടെ ഫാമിലിക്ക് വല്ല ശത്രുക്കളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് വരികയായിരുന്നു. അപ്പോൾ ബോഡി അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബന്ധുക്കൾക്ക് ഇതുപോലെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് ബന്ധുക്കൾ ആ ഒരു ബോഡി ഏറ്റുവാങ്ങിയില്ല. അവർ പറഞ്ഞു, തലയില്ലാത്ത ബോഡി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൻ്റെ തല കൂടെ വേണം, പോലീസുകാർ നീതി പാലിക്കണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആദ്യം ചെറിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, അതായത് ഒരു പ്രൊട്ടസ്റ്റായിട്ട് മാറാനുണ്ടായത്. അതായത് പിന്നീട് ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ കൂടി അത് വലിയൊരു വിഷയമായി. അതുപോലെ തന്നെ റോഡൊക്കെ തടയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അപ്പോൾ ഇത് ഏകദേശം ഒരു ഔട്ട് ഓഫ് കൺട്രോളിലോട്ട് പോകും ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ രംഗം വഷളായി തുടങ്ങി. അങ്ങനെ കളക്ടർ അവരെ സമാധാനിപ്പിക്കാനായിട്ട് എത്തുകയാണ്. അതുപോലെ തന്നെ ഒരു മിനിസ്റ്റർ വന്നു. അതിനുശേഷം മാതാപിതാക്കളെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കൊലയാളികളെ 2 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കും, അതുപോലെ തന്നെ തലയും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അവരുടെ ഉറപ്പൊക്കെ കിട്ടിയതിന് ശേഷം രംഗം കുറച്ചുകൂടെ ശാന്തമാവുകയാണ്. അങ്ങനെ പോലീസിൻ്റെ മേൽ നല്ല രീതിയിലുള്ളൊരു പ്രഷർ വരികയാണ്. അവർ പല ടീം ഫോം ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ദ്രുതഗതിയിലാക്കുകയും ചെയ്തു. അപ്പോൾ ദീപകിൻ്റെ ഒരു കേസ് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഭയങ്കര പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഫാമിലി ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു എന്നുള്ളൊരു സംശയം ഉണ്ടാക്കാം. കാരണം അതായത് കളക്ടർ വരുന്നു, മിനിസ്റ്റർ വരുന്നു, അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു വലിയൊരു പ്രശ്നമാകാനുള്ളൊരു സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ആക്ച്വലി എന്തായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഈ ഒരു ഗ്രാമത്തിനോട് ചേർന്ന് തന്നെ വേറൊരു ഗ്രാമമുണ്ട്. അത് മുസ്ലിംസ് താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. അഹമ്മദ് നഗർ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഗുജറാത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ ഈ ദീപകിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഈ കരിമ്പുന്തോട്ടം എന്ന് പറയുന്നത്, അത് അപ്പുറത്തെ ഗ്രാമവുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ ലാൻഡിൻ്റെ പേരിൽ ഈ രണ്ട് ആളുകൾ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദീപക് സ്ഥിരമായിട്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മതപരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതായത് ഒരു കമ്മ്യൂണൽ വാറായിട്ട് മാറാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്നുകൊണ്ട് തന്നെ അധികാരികളൊക്കെ ഇടപെട്ടതായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെ ദീപകിൻ്റെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ എൻക്വയറി ചെയ്തപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദീപക് ലേഡീസിൻ്റെ കാര്യത്തിൽ കുറച്ച് വീക്കാണ്. അതായത് ആൾക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോലീസുകാർ ആ വഴിക്ക് എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദീപകിൻ്റെ കോൾ ഡീറ്റെയിൽസും മറ്റുമൊക്കെ പരിശോധിച്ചപ്പോൾ ഈ ദീപക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ആൾക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു.
ആ കോള് ഈ ഒരു അഹമ്മദ്നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരാളുടെ കോള് തന്നെയായിരുന്നു. ഫഹ്മിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം 50 വയസ്സുള്ള ഒരാളായിരുന്നു ഇയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലീസിനൊരു സംശയം, ഈ ഒരു ഫഹ്മിദിനും അതുപോലെ തന്നെ ഈ ഒരു ദീപക്കിൻ്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. അങ്ങനെ പോലീസുകാർ ആളെ കസ്റ്റഡിയിലെടുത്ത് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ആളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആള് അവിടെ എവിടെയും തൊടാതെ മറുപടി പറയാനായിട്ട് തുടങ്ങി. അതായത് ലാസ്റ്റ് നിങ്ങളായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്, അതിനുശേഷം ദീപക്ക് കൊല്ലപ്പെട്ട് കിടക്കുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. സോ നിങ്ങൾക്കും ഈ ഒരു കൊലപാതകത്തിനും എന്താണ് പങ്കുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇയാളുടെ മറുപടികളൊന്നും തന്നെ സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നീ എന്തെടുക്കായിരുന്നു, എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴും ആൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവസാനം പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ താങ്ങാനാകാതെ ഇയാൾ സത്യം തുറന്നു പറയുകയാണ്. താൻ തന്നെയാണ് ദീപകിനെ കൊന്നത് എന്നുള്ളൊരു സത്യമായിരുന്നു അത്. അപ്പോൾ ഒരു എൻക്വയറിക്ക് വിളിപ്പിച്ച ഒരാൾ തന്നെ ഒരു കൾപ്രിറ്റായി മാറിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പോൾ പോലീസുകാരങ്ങനെ തല എവിടെ എന്നുള്ളൊരു കാര്യമാണ് ആദ്യം തന്നെ ഇയാളോട് ചോദിച്ചത്. അപ്പോൾ ആ ഒരു ബോഡി കിട്ടിയെടുത്ത് നിന്ന് കുറേ അങ്ങ് മാറിയിട്ടായിരുന്നു ഇയാൾ തല കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇയാളെയും കൊണ്ട് പോലീസുകാർ ആ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ആൾ പറഞ്ഞ സ്പോട്ടിൽ കുഴിച്ച് നോക്കിയപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ കുഴിച്ചിട്ട നിലയിൽ തല കണ്ടെത്തുകയാണ് ഉണ്ടായത്. പോലീസുകാർ ഈ ഒരു തല വീണ്ടെടുക്കുമ്പോൾ ഈ ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് ഏകദേശം 7 ദിവസത്തോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇയാളെ എൻക്വയറി ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലാകുന്നത്. ഇയാൾക്ക് ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേര് ആയിഷ എന്നായിരുന്നു. അപ്പോൾ ഈ ആയിഷയും ദീപക്കും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു വിവരം ഇയാൾ അറിയുകയാണ്. അതിനുശേഷം ഇയാൾ ദീപകിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇയാൾക്ക് ഒരുപാടധികം സ്ത്രീകളായിട്ട് ബന്ധമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ മകളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ആൾ നീ വിചാരിക്കുന്ന ഒരാളല്ല, ആൾക്ക് ഒരുപാടധികം പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാൽ ആയിഷ ഇതൊന്നും തന്നെ വിശ്വസിച്ചില്ല. ആൾ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വേറൊരു മതത്തിൽ പെട്ട ഒരാളാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തീരുമാനത്തിൽ എനിക്കൊരു മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മകൾ നിൽക്കുകയാണ്. എന്നാൽ ഫഹ്മിദ് ഇതൊന്നും തന്നെ കാര്യമാക്കിയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു കല്യാണാലോചനകളും മറ്റുമൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി നോക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അടുത്തൊരു ഗ്രാമത്തിൽ നിന്ന് ഒരു ആലോചന വരികയാണ്. ഈ മകളുടെ സമ്മതമില്ലാതെ തന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ചെയ്തു. നിർബന്ധിപ്പിച്ച് വേറൊരു പയ്യനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തുവെങ്കിലും അതിനുശേഷവും ദീപക്കും ഈ ഒരു പെൺകുട്ടിയും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും കുറച്ച് ദിവസം തൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കാനായിട്ട് വരും. ആ ഒരു ടൈമിൽ, രാത്രി ടൈമിൽ ദീപകിനെ വിളിച്ചു വരുത്തിയിട്ട് ഇവർ രണ്ടുപേരും ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് മീറ്റ് ചെയ്യലായിരുന്നു ഇവരുടെ ഒരു പതിവ്. എന്നാൽ ഇതും കുറച്ച് നാൾ കഴിഞ്ഞ് പോയപ്പോൾ ഈ ഫഹ്മിദ് അറിയുകയാണ്. ആള് ഇത് അറിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരെയും പിടിച്ചു. അതിനുശേഷം ചീത്ത പറഞ്ഞു, അതേപോലെ തന്നെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു, ഇതൊക്കെ മോശമാണെന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും എന്താ പറയുക, തിരുത്തുന്ന ഒരു ഇതിലായിരുന്നില്ല. അവർക്കിതൊന്നും തന്നെ ഒരു പുത്തരിയായില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡാക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു. അങ്ങനെ എനിക്കൊരു ദിവസം ഇതേപോലെ തന്നെ മകള് വീട്ടിൽ വന്നിട്ടുണ്ട്. രാത്രി ഒരു ഏകദേശം 1 മണി സമയമൊക്കെ ആയിട്ടുണ്ടാവും. തൻ്റെ വീടിൻ്റെ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേട്ടിട്ടായിരുന്നു ഇയാളും ഇയാളുടെ വൈഫും കൂടെ വീടിൻ്റെ പുറകിൽ പോയി നോക്കിയത്. അപ്പോൾ ഇവർ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തങ്ങളുടെ മകള് വേറൊരു പയ്യനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇവരാകെപ്പാടെ ഷോക്കായി പോയി. ആ ഒരു സമയത്ത് അവർ വലിയ ഒച്ചബഹളമൊന്നും ഉണ്ടാക്കിയില്ല. അവർ വീടിൻ്റെ അകത്തോട്ട് കയറി. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തങ്ങളുടെ മകളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, മകൾ നന്നാവില്ല എന്നുള്ളത് മനസ്സിലായി. എന്നാൽ ഇതിൽ നിന്നും ഒരു മാറ്റം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദീപകിനെ ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ടാണ് ഇയാൾ പോയത്. അതായത് ദീപകിനെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അയാൾക്കുണ്ടാവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അയാൾ കറക്റ്റ് ടൈമും നോക്കിയിരുന്നു, അതുപോലെ തന്നെ ഒരു പ്ലാനും ആളിട്ടു. അതിനു വേണ്ടിയിട്ട് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ആസിഫിനെയും ഇയാൾ കൂടെ കൂട്ടുകയാണ്. പിന്നീട് ഇവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ജൂൺ 25-ാം തീയതി 2022 ഈ ദീപകിനെ വിളിക്കുകയാണ്. ഞാൻ നിൻ്റെ എന്താ പറയുക കിണറിൻ്റെ അവിടെ വന്നിട്ടുണ്ട്, മദ്യവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് 2 അടിക്കാം, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, നീ ഒന്ന് ഇവിടെ വരുമോ എന്ന് ചോദിച്ചിട്ട് ആ പയ്യനെ വിളിച്ചു വരുത്താണ് ഉണ്ടായത്. ആ പയ്യനാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, ആരാണ് വിളിച്ചത് തുടങ്ങിയിട്ടുള്ളൊന്നും പറയാതെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി പുറത്തത് ആ ഒരു കിണറിൻ്റെ അങ്ങോട്ട് എത്തുകയാണ്. അതിനുശേഷം ഇവർ അവിടെ ഇരുന്ന് സംസാരിച്ചു, അതുപോലെ തന്നെ മദ്യപിച്ചു. ഈ ഫഹ്മിദും ആസിഫും വലിയവരായിട്ട് മദ്യപിച്ചില്ല. ഇവർ ദീപകിന് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇയാൾ കുടിച്ച് ലക്കിയിട്ട് ബോധം കെട്ട് അവസാനം നിലത്ത് വീഴുന്ന ആ ഒരു സമയത്ത് ഇവർ എന്താ പറയുക, വലിയൊരു വാള് പോലത്തെ ഒരു കത്തി അവർ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഒരൊറ്റ വെട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരൊറ്റ വെട്ടിൽ ഇയാളുടെ തലയും ഉടലും വേർപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവർ ആ ഒരു തലയെടുത്തിട്ട്
കുറേ അങ്ങോട്ട് മാറിയിട്ട് കൊണ്ടുപോയിട്ട് കുഴിച്ചെടുക്കുകയാണ്. ഈ ബോഡി മാത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നിട്ടുണ്ടായിരുന്നു അവർക്കുണ്ടായത്. എന്നാൽ പോലീസുകാർ ഫോണൊക്കെ ട്രാക്ക് ചെയ്ത് പിടികൂടുമെന്നുള്ളൊരു കാര്യം ഇവർ ചിന്തിച്ചിട്ടുണ്ടാകില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ ജയിലിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു കേസിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.